കാഴ്ചയ്ക്കൊരു ബാഹുബലിയുടെ സെറ്റ് പോലെയൊക്കെ തോന്നുമെങ്കിലും സിദ്ധവൈദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അഗസ്ത്യഗുരു അനേകം വർഷങ്ങളായി തൻ്റെ ശിഷ്യ സമൂഹത്തോടൊപ്പം ഇവിടെ ഒരു ആശ്രമം നടത്തിയിരുന്നുവെന്നും ഇന്നും പൗർണമി നാളിൽ അഗസ്ത്യഗുരുവിനെ ദർശിച്ച് വണങ്ങുവാനായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടുവാനായി എല്ലാ സിദ്ധന്മാരും ഇവിടെ ഒത്തുചേരുന്നു എന്നൊക്കെയാണ് സങ്കല്പം. പിന്നെ അതിനപ്പുറത്തേക്ക് കുറേ മിസ്റ്ററീസ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും അൺവെയിൽ ചെയ്യുന്നില്ല, കാരണം അതറിയാനുള്ള നിയോഗങ്ങൾ പലർക്കും ഉണ്ടെങ്കിൽ അത് സ്വയം ഇവിടെ വന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആത്മീയമായ പല ദർശന വശങ്ങളും നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയത്തില്ല. കായകൽപ്പ ചികിത്സയ്ക്കായിട്ട് എൻ്റെ അടുത്ത് എത്തുന്ന എല്ലാ പേഷ്യൻസിനെയും, മിക്കവാറും അത് ഫോറിനേഴ്സൊക്കെ ആയിരിക്കും, അവരെല്ലാം ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് ഫിറ്റ് ആയതിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇവിടെ വന്നാൽ അഗസ്ത്യർ ഫോൾസ് ഉണ്ട്, അവിടെ ഒരു ചെറിയ കുളിയും ഒക്കെ കഴിഞ്ഞ് നേരെ ഈ പടവുകൾ താണ്ടി വരുമ്പോഴത്തേക്ക് ഇരുവശങ്ങളിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പൂങ്കാവനം പോലുള്ള കാഴ്ചകളാണ്. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട രാമായണം, മഹാഭാരതം, ഈ സീരീസുകളിലൊക്കെ സെറ്റിട്ട് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ പ്രകൃതി ഒരുക്കിയ സെറ്റായിട്ട് തന്നെ കണ്ട് അനുഭവിച്ചറിയാൻ പറ്റും. ഇതുപോലൊരു പൂങ്കാവനം അഗസ്ത്യർകൂടത്തിൻ്റെ ഉച്ചസ്ഥായിയിലുണ്ട്. എന്നാൽ അതിൻ്റെ മറ്റൊരു വശമാണ് ഈ പാപനാശം എന്ന് പറയുന്ന സ്ഥലം. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നിടത്തൊക്കെ അവർണ്ണനീയമായ കാഴ്ചകളാണ്. മുമ്പ് ഇവിടെ കയറി വരാനുള്ള അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയോ വർഷങ്ങൾ ഒരു അമ്മ ഇവിടെ ജീവിച്ചിരുന്നു, അവരിന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതിൻ്റെ പിന്നിലും ഒത്തിരി മിസ്റ്ററീസൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഒരു നിയോഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചേക്കാം. ഏതോ ഒരു മലവെള്ളപ്പാച്ചിലിൽ കുറച്ച് ഡാമേജൊക്കെ വന്നതിന് ശേഷം ഇവിടെ കുറച്ച് പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടന്നിരുന്നു. പല അവസരങ്ങളിലും ഞാനിവിടെ വന്ന് ഇവിടെ കയറാൻ പറ്റാതെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള പല പേഷ്യൻസിനെയും അവർക്ക് ഈ സ്ഥലം കാണിച്ചു കൊടുക്കാനും ഇവിടെ കുറച്ച് നേരം ധ്യാനത്തിലിരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓപ്പണാണ്, അതുകൊണ്ട് തന്നെ പലരും ഇങ്ങോട്ട് കയറി വരാറുണ്ട്. അപ്പം ഇങ്ങോട്ട് കയറി വരുന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ തടാകത്തിലിറങ്ങി കുളിക്കാനൊന്നും നിൽക്കരുത്. ഭയങ്കര വഴുക്കലാണ്, നല്ല ആഴവുമുണ്ട്. ഈ കുത്തന വെള്ളം വന്ന് വീഴുന്നതുകൊണ്ട് തന്നെ നല്ല കുഴിയാണ് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടവുകൾ കയറി ഇങ്ങോട്ട് മുകളിലോട്ട് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാലത്തൊരമ്മ വളരെ പരിപാവനമായിട്ട് അഗസ്ത്യരുടെ ഈ പുണ്യഭൂമി സംരക്ഷിച്ചിരുന്നു. ഇന്നതൊക്കെ സംരക്ഷിക്കാനായിട്ട് ആ ശരീരത്തോടു കൂടി അമ്മയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു അപൂർവ ഇനത്തിൽപ്പെട്ട കുരങ്ങന്മാരാണ്. ആരോ റൂട്ടായിരുന്നാലും ഏത് ബിസ്ക്കറ്റ്സിലായിരുന്നാലും നിറയെ ഷുഗേഴ്സാണ്. അങ്ങനെ ഷുഗറൊക്കെ കഴിച്ച് ഡയബറ്റിക് ആകുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്താ ഇത്തരം രോഗങ്ങളൊക്കെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതായിട്ട് നമുക്ക് മാറ്റി വെച്ചുകൂടെ?